ഇപ്പോൾ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ സമാപന ചടങ്ങ് ഫെസ്റ്റിവലാണ്. ഷാംസ് കുമാർ സംസാരിക്കുന്നു. അതെ, അത് അത്യാവശ്യം നല്ല രീതിയിൽ നടത്താൻ സാധിച്ചുള്ള സന്തോഷമുണ്ട്. ഇതിൽ ആസ്വദിക്കാൻ പറ്റാത്ത ഞാൻ മാത്രമായിരുന്നു, കാരണം എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുകൊണ്ട് എല്ലായിടത്തും പോകാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഇത്തവണ we had over 750 speakers, 400 plus sessions. First time we're having so many speakers and so many number of sessions. And people from different parts of the country and different parts of the world have agreed and came and participated in this festival. I'm thankful to all of them. ഇത് വേഗാന്തര ലോകം നമ്മളിന്ന് വളരെ ധൃതിയിൽ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കാൻ സമയമില്ല. അതുപോലെ എങ്ങനെയാണ് കൃത്യമായി ആരെങ്കിലും ഗ്രഹിക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ള സമയമില്ല. സമയം ധാരാളം, പക്ഷേ സമയക്കുറവാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം. കാലം മാറുന്നുണ്ട്, തലമുറകൾ മാറുമ്പോൾ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. പുതിയ പുതിയ സാങ്കേതികവിദ്യ നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ ഒരു തീമായിട്ടാണ് നമ്മൾ ഇത്തവണ ഈ ഫെസ്റ്റിവലിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ തരത്തിലുള്ള നിരവധിയായ ഡിസ്കഷൻസും ഇവിടെ നടന്നിട്ടുണ്ട്. വിവിധ മേഖലകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു സാഹിത്യം മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ സമകാലീന രാഷ്ട്രീയവും മനുഷ്യജീവിതത്തെ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, പാരിസ്ഥിതിക പ്രശ്നങ്ങളും, സയൻസ്, ടെക്നോളജി മുതലായ എല്ലാ മേഖലകളിലും നമുക്കിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത്തവണ ഇവിടെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുടെ എണ്ണം കഴിഞ്ഞ കാലത്ത് 15% കൂടുതലായിട്ടാണുള്ളത്. അതുപോലെ തന്നെ 16 വയസ്സുള്ള അന്നപ്രിയ മുതൽ അങ്ങനെ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 7ാം പതിപ്പിനും അങ്ങനെ കൊടിയിറങ്ങുകയാണ്. കുറേ ആശയങ്ങളും സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്ന ഒരു ഫെസ്റ്റിവൽ കൂടി, ഒരു അക്ഷരോത്സവം കൂടി സമാപിക്കും.